വലിയ പ്രതിഷേധങ്ങൾക്ക് ആണ് തുർക്കി ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്നത്. പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനെതിരെ ജനരോഷം ആളിപ്പടരുകയാണ് അവിടെ. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തുർക്കിയിൽ എർദോഗൻ യുഗമാണ്. പരിഷ്കരണവാദിയിൽ നിന്ന് ഏകാധിപതിയിലേക്കുള്ള എർദോഗന്റെ പരിണാമകാലം കൂടിയായി ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്താം. തെരുവുകളിലേക്ക് ഇറങ്ങുന്ന ജനം ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നു, ഇനിയും നിശബ്ദത തുടരരുത്, ഇത് നിങ്ങളുടെ ഊഴമാണ്. എർദോഗന്റെ പോലീസിനും പട്ടാളത്തിനും ഒന്നും നിയന്ത്രണമില്ലാത്ത സാഹചര്യം. ഇതുവരെ പുകഞ്ഞതെല്ലാം ഇപ്പോൾ ആളിപ്പടരുകയാണ്. എല്ലാത്തിനും കാരണം ഇസ്താംബുൾ മേയർ ഇക്രം ഇമാമോലുവിന്റെ അറസ്റ്റ്. എർദോഗൻ ഒത്ത എതിരാളിയായ അടുത്ത തെരഞ്ഞെടുപ്പിൽ തുർക്കിയിൽ അധികാരത്തിലെത്തുമെന്ന് പലരും ഉറപ്പിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവിനെ അറസ്റ്റ് ചെയ്തതിൽ എർദോഗന് പിഴച്ചുവോ? തുർക്കിയിൽ പുത്തൻ കാലം പിറക്കുകയാണോ, അതോ പതിവ് പോലെ ഈ പ്രതിഷേധത്തെയും എർദോഗൻ അടിച്ചമർത്തുമോ? നോക്കാം തുർക്കിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. RDX റാപ്പ് 59 സെക്കൻഡിൽ. എന്റെ വീട് പോലീസ് വളഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എനിക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മാർച്ച് 19 രാവിലെ ടർക്കിഷ് പോലീസ് വീട് വളഞ്ഞപ്പോൾ എക്സ് ലൈവിൽ തുർക്കി ജനതയോട് യാത്ര പറഞ്ഞാണ് ഇക്രം ഇമാമോലു പോലീസിനൊപ്പം പോയത്. ഇസ്താംബുൾ മേയറായ ഇമാമോലുവിന് എർദോഗന്റെ ഒത്ത എതിരാളി എന്ന പ്രതിച്ഛായയാണ് തുർക്കിയിലുള്ളത്. 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എർദോഗനെതിരെ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയുടെ തുറുപ്പുചീട്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് ഈ 53-കാരൻ എർദോഗന്റെ 1-ാം നമ്പർ എതിരാളിയായത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇമാമുലു മത്സരിക്കരുതെന്ന ലക്ഷ്യത്തോടെ ഇസ്താംബുൾ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം നേടിയ ബിരുദം വരെ എർദോഗൻ റദ്ദാക്കി. ഉന്നത വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു ആരോപണം. അഴിമതിയും ഭീകരബന്ധവും ആരോപിച്ചാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. ഇതോടെയാണ് ഒരു ദശാബ്ദത്തിന് ശേഷം എർദോഗൻ വീണ്ടും ജനകീയ പ്രതിഷേധങ്ങളുടെ ചൂടറിയുന്നത്. ഇമാമുലുവിനെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി ഇസ്താംബുളിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനം ഒഴുകുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വളരെ പെട്ടെന്ന് ഇൻഫോ കാർഡ് പരിശോധിച്ചിട്ട് വരാം. പ്രതിഷേധം പടരുകയാണ് തുർക്കിയിൽ എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടത്. 2013 ശേഷം തുർക്കി കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം എന്നാണ് മാധ്യമങ്ങളെല്ലാം തന്നെയും ഈ പ്രതിഷേധത്തെ വിലയിരുത്തുന്നത്. 2013 ശേഷം ഏറ്റവും വലുത്. എർദോഗനെതിരെ മുദ്രാവാക്യവുമായിട്ട് ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. പ്രകോപനം മാർച്ച് 19 ഇസ്താംബുൾ മേയർ ഇക്രം ഇമാമോലുവിൻ്റെ അറസ്റ്റാണ്. നമ്മളതിപ്പോൾ റാപ്പിൽ പറഞ്ഞു. തെരുവ് ഭീകരതയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്നാണ് എർദോഗൻ പരസ്യമായിട്ട് ഇതിനകം തന്നെ ആ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. ഇമാമോലുവിൻ്റെ അറസ്റ്റ് അഴിമതിയും ഭീകരബന്ധവും ചൂണ്ടിക്കാട്ടിയിട്ടാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയുമായി ബന്ധമുണ്ട് അദ്ദേഹത്തിന് എന്ന് ഇമാമോലുവിൻ എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ അഴിമതി, ടെൻഡറുകളിൽ കൃത്രിമം തുടങ്ങിയ ആരോപണങ്ങൾ ഇമാമോലുവിനെതിരെ സമൃദ്ധമായിട്ട് ഉന്നയിക്കുകയാണ്. എല്ലാ ആരോപണങ്ങളും പക്ഷേ ഇമാമോലു നിരസിച്ചിരിക്കുകയാണ്, നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഭീകരവാദ കുറ്റം ചുമത്താനാകില്ല എന്ന് കോടതിയും പറഞ്ഞു. മാർച്ച് 23 മുതൽ ഇമാമോലു ഇസ്താംബുളിലെ മർമാര ജയിലിൽ തടവിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2027 എർദോഗാന്റെ എതിരാളിയാകുമെന്ന് ഉറപ്പിച്ച നേതാവാണ് അദ്ദേഹം. 2008 മുതൽ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരതാണ്. 2019 ഇസ്താംബുൾ മേയർ ആയി അദ്ദേഹം അവിടേക്ക് വന്നു. തോൽപ്പിച്ചത് എർദോഗന്റെ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി നേതാവിനെ തന്നെയാണ്. എർദോഗന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഇസ്താംബുൾ. ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കൗൺസിൽ അസാധുവാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കൗൺസിലിനെ അപമാനിച്ചതിന് 2022 വരെ തടവിൽ, രാഷ്ട്രീയ പ്രവർത്തനം വിലക്കി. എർദോഗൻ ഒത്ത എതിരാളി എന്ന് കണക്കാക്കുന്നതിന് കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇമാമോലുവിൻ്റെ അപ്പീൽ ഇലക്ഷൻ കൗൺസിലിൻ്റെ പരിഗണനയിലാണ്. മാർച്ച് ആദ്യം ഇമാമോലുവിൻ്റെ ബിരുദം റദ്ദാക്കി ഇസ്താംബുൾ സർവകലാശാല. അതേ തുടർന്ന് അദ്ദേഹത്തിന് മത്സരിക്കാനാകില്ല എന്ന് നിലവന്നു. തുർക്കി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ യോഗ്യത ബിരുദമാണ്, അതാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നതെന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. 1/4 നൂറ്റാണ്ടായി തുർക്കിയിൽ എർദോഗന്റെ ഭരണമാണ്. 25 വർഷമായിട്ട് അദ്ദേഹമാണ് ഭരിക്കുന്നത്. 2001 ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഈ വലിയ കയറ്റത്തിലേക്ക് വന്നത്. 2003 മുതൽ 2014 വരെ തുർക്കിയുടെ പ്രധാനമന്ത്രി, 2014 മുതൽ പ്രസിഡന്റ്. 2017 ഭരണഘടനാ ഭേദഗതിയിലൂടെ പരമാധികാരം പ്രസിഡന്റിനാക്കിയിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിലേക്ക് തന്നെ അധികാരം കൊണ്ടുവന്നു. പ്രധാനമന്ത്രി പദം എടുത്തുകളഞ്ഞു. ജഡ്ജി നിയമനത്തിലും അദ്ദേഹം കൈകടത്തി. 2023 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മത്സരിച്ചിട്ടും എർദോഗൻ പക്ഷേ വിജയിച്ചു. 2023 ഇസ്താംബുൾ മേയറുടെ ജനപ്രീതിയിൽ എർദോഗന് ഭയം, അതാണ് അതിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിക്ക് പാർലമെന്റിലുള്ളത് 134 സീറ്റുകളാണ്, ശക്തമാണ് അവരുടെ നില. 2024 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 81 പ്രവിശ്യ തലസ്ഥാനങ്ങളിൽ 35ലും ഇമാമോലുവിൻ്റെ പാർട്ടി വിജയിച്ചു. ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഇമാമോലുവിനെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അതേ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. ഇപ്പോഴവിടെ വലിയ പ്രതിഷേധമാവുകയാണ്. ഇവിടെ ഹർഷൻ, നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടന്നാൽ, തുർക്കി എല്ലായ്പ്പോഴും കേരളത്തിൽ വളരെ സവിശേഷ ശ്രദ്ധ പലരും കൊടുക്കുന്നൊരു ഇതാണ് എന്ന് മാത്രവുമല്ല, അത് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളോട് സമാനതകളുള്ളതായിട്ട് പലരും ചൂണ്ടിക്കാട്ടാറുണ്ട്. എന്താ തോന്നുന്നത്?
തുർക്കിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ വളരെ ദീർഘമായ ചരിത്രമുള്ള ലോക ചരിത്രത്തോളം തന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, അതായത് ഈ ആധുനിക മനുഷ്യൻ്റെ ചരിത്രത്തോളം തന്നെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് തുർക്കി. അവിടെ അതൊരു ജനാധിപത്യ രാജ്യമായി, ഒരു സെക്യുലർ രാജ്യമായി, ഇന്ത്യയുമായി വേണമെങ്കിൽ ഈ ഭരണഘടനാപരമായി നമ്മൾ നോക്കിയാൽ ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യവുമായി ഒക്കെ ഏറെ സാമ്യം തോന്നുന്ന ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഇപ്പോൾ ഭരണ സംവിധാനം എങ്ങനെയാണ്? ഏതാണ്ട് അതിന് സമാനമായ ഒരു ഭരണ സംവിധാനം തന്നെ നിലനിൽക്കുന്നു. ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സെക്യുലറിസം അതിൻ്റെ ഒരു അടിസ്ഥാന തത്വമായി നിലനിൽക്കുന്നു. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് എർദോഗൻ വലിയ വിപ്ലവകാരിയായിട്ടാണ് ആദ്യ അധികാരത്തിൽ വരുന്നത്. വലിയ പിന്തുണയോടെയാണ് അധികാരത്തിൽ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ എർബക്കൻ്റെ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയിൽ നിന്നാണ്. ഇവിടുത്തെ വെൽഫെയർ പാർട്ടിക്കാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട നേതാവുമായി പിന്നീട് എർദോഗനെ നമുക്കറിയാമല്ലോ. എന്തായാലും അദ്ദേഹം പിന്നീട് അങ്ങേയറ്റം ഏകാധിപതിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എല്ലാ അർത്ഥത്തിലും കുർദുകളെ അടിച്ചമർത്തുന്ന കാര്യത്തിലടക്കം ഓരോ കാര്യത്തിലും ഒരു ഏകാധിപതിയുടെ പ്രവണതയാണ് അദ്ദേഹം കാട്ടിയത്. ആദ്യം വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഈ മതപ്രീണനം എന്ന നിലയ്ക്ക് നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഈ പൊതുസ്ഥലങ്ങളിൽ ബുർഖ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതെടുത്ത് മാറ്റുക, അതിന് വിലക്കുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അവിടെ അതായത് ഒരു തീവ്ര സെക്യുലറിസം എന്ന മട്ടിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ള ആരോപണം അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയിലാണ്, അല്ലെങ്കിൽ ഒരു പാശ്ചാത്യ ശൈലിയിലുള്ള സെക്യുലറിസം നടപ്പാക്കുന്നു എന്നുള്ള ആരോപണം അത് അദ്ദേഹവും ഉന്നയിക്കുന്നു. അത് പരിഹരിക്കാൻ വേണ്ട നടപടി എന്നോണം വളരെ ഉദാരമായി അത്തരത്തിൽ ഇതൊക്കെ ധരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നു. അത് നമുക്കും ഒറ്റ കേൾവിയിൽ കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന നടപടിയൊക്കെ തന്നെയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ തീവ്ര ഇസ്ലാമിസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് തന്നെയാണ് അദ്ദേഹം പോയത്. മാത്രമല്ല മറ്റൊരു നേതാവിനെയും വളരാൻ അനുവദിക്കാത്ത സമീപനത്തിലേക്ക് പോയി. ധാരാളം നേതാക്കളെ ജയിലിലടച്ചു. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ നോക്ക് സനീഷ, ഇപ്പോൾ അത് ഈ ഇക്രാം മൗലവിനെ കുറിച്ചുള്ള വാർത്ത നമ്മളൊന്ന് തേടണമെങ്കിൽ, വെബ്സൈറ്റിൽ പോയി ഒന്ന് പരിശോധിക്കണമെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. അതായത് ആ വാർത്ത ലഭിക്കില്ല. അത്രയ്ക്ക്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ടർക്കിഷ് മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, അവരുടെ വെബ്സൈറ്റൊക്കെ പരിശോധിച്ചാൽ ഇമാമൗലുവിനെതിരെയുള്ള വാർത്തകളാണ്. അല്ലെങ്കിൽ നിസ്സാരമായ എന്തെങ്കിലും അവിടെ മേയർ എന്നുള്ള നിലയിൽ സംഭവിച്ച ചില ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു ശക്തനായ എതിരാളി എന്ന നിലയ്ക്ക് ഇമാമൗലുവാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെ പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ 13,000 വോട്ടിനാണ് അദ്ദേഹം ജയിക്കുന്നത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നു. അത് അട്ടിമറിയാണ് എന്ന് ആരാരോപിക്കുകയാണ്? ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ഈ സംവിധാനമെല്ലാം കൈവശമുള്ള ഈ എർദോഗൻ തന്നെ അവകാശപ്പെടുന്നത് അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്നാണ്. അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ രസം എന്താണെന്നറിയോ? ഈ 13,000 വോട്ടിന് ജയിച്ചു വന്നയാൾ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അടുത്ത ഈ അട്ടിമറിക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നത്. അതും കുഴപ്പമാണ് എന്നാണ് എർദോഗൻ്റെ പക്ഷം. മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയടക്കമുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഇക്രാം മൗലവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കട്ട് ചെയ്ത് കളയുക. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, വലിയ പ്രതിഷേധമൊക്കെ. പക്ഷേ ഈ എർദോഗൻ്റെ ഒരു വിജയം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വളരെ കരുത്തനായിട്ടുള്ള നേതാവായിട്ടാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആരാധകർ കാണുന്നത്, ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആരാധകരും കാണുന്നത്. വലിയ കരുത്തനായിട്ടുള്ള ആൾ. അതെന്താ വെച്ചാൽ ഇത് അദ്ദേഹത്തിനെതിരെ വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും എങ്ങനെയെങ്കിലും ഒതുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അത് വഴിവിട്ടും ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതായത് വിദ്യാഭ്യാസ യോഗ്യത, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇതാണെന്ന് കണ്ടപ്പോൾ അത് സർട്ടിഫിക്കറ്റ് തന്നെ റദ്ദായിക്കളയുന്ന മാതിരിയുള്ള വളരെ കോമഡി എന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഇതിപ്പോൾ നമ്മുടേതുപോലൊരു രാജ്യമാണ്. ഹർഷ നേരത്തെ പറഞ്ഞു, നമ്മുടേതുപോലൊരു രാജ്യമാണ്. പക്ഷേ നമ്മുടേതുപോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ദേശീയത വളർത്തിയെടുക്കുക, മതപരമായിട്ടുള്ള സ്വത്വത്തെ കൂടുതലായിട്ട് ഉണർത്തുക. നേരത്തെ വളരെ വളരെ ഒരു സെക്കുലറായിട്ടുള്ള രാജ്യമായിട്ടാണ്, സെക്കുലർ ചിന്തയുള്ള രാജ്യമായിട്ട് നിന്ന സ്ഥലമായിരുന്നു. എന്ന് മാത്രമല്ല, ഈ യൂറോപ്പോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ ഇസ്ലാമൊക്കെ ഉള്ളൊരു രാജ്യം എന്ന് നൽകണം. അവിടുത്തെ ആളുകളുടെ ഡ്രസ്സും അവരുടെ സംവിധാനങ്ങളും ഒക്കെ കണ്ടില്ലേ? അതായത് അതൊരു യൂറോപ്യൻ രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പോലുള്ള സാംസ്കാരിക വൈവിധ്യമുള്ള, സാംസ്കാരികമായിട്ട് അങ്ങനെ തുറന്ന മനസ്സുള്ള ഒരു രാജ്യത്തെ മതപരമായിട്ടുള്ള ഒരു ചട്ടക്കൂടിലേക്ക് ഒതുക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ഭരണാധികാരി എന്ന നിലക്ക് നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ ചെന്ന് വിട്ടിരിക്കുന്ന അധികാരികളെ അല്ലെങ്കിൽ എതിരാളികളെ ഒട്ടും വകവെക്കേണ്ടതില്ല. അവരെ അടിച്ചമർത്തിയിട്ട് തൻ്റെ ഭരണമായിട്ട് മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും. അത് സ്വാഭാവികമായുള്ളൊരു പരിണാമം എന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ എനിക്കിപ്പോഴും ഈ 2013 പട്ടാള അട്ടിമറി ശ്രമം, അന്ന് ഫത്തുല്ല ഗുലൻ എന്ന് പറയുന്ന വലിയൊരു മത ആത്മീയ നേതാവ്, വലിയ അനുയായികളുടെ കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലെന്ന് ആരോപിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തെ ഗുലനിസ്റ്റുകളെ മുഴുവൻ ജയിലിലാക്കി, ഒരുപാട് ജേർണലിസ്റ്റുകളെ പിടിച്ച് അകത്തിട്ടു. അങ്ങനെ ആ എതിരാളികളെ മുഴുവനായിട്ട് തന്നെ ഇല്ലാതാക്കാൻ, അടിച്ചമർത്താൻ അദ്ദേഹത്തിന് സാധിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ
പ്രതിഷേധം നമ്മൾ തെരുവിൽ വലിയ പ്രതിഷേധം എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഇന്ന് അവസാനിക്കുക എന്ന് സംശയത്തോടെ വീണ്ടും തീർച്ചയായും അത് മാത്രമല്ല, ഈ അന്താരാഷ്ട്ര തലത്തിലടക്കം എർദോഗൻ സ്വീകരിക്കുന്ന തന്ത്രപരമായ നിലപാട് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ പറഞ്ഞതുപോലെ ഒരേ സമയം നാറ്റോയുടെ ഭാഗമായിരിക്കുക, യൂറോപ്പിൻ്റെ ഭാഗമായിരിക്കുക, നാറ്റോ സൈനിക ശക്തിയുടെ ഭാഗമായിരിക്കുക, അതേസമയം തന്നെ റഷ്യയുമായിട്ട് ചെങ്ങാത്തത്തിന് പോവുക, അവിടുന്ന് മിസൈൽ മേടിക്കുക, ഇതെല്ലാം അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയാൾക്കെതിരെ ഒരു അട്ടിമറി ശ്രമം ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ഒരു അഭിപ്രായ സ്വരൂപീകരണം നടത്താൻ ശേഷിയുള്ള ഒരു നേതാവായി തന്നെയാണ് തുടരുന്നത്. ഒരു ജനാധിപത്യ ഇസ്ലാമിസ്റ്റ് റിപ്പബ്ലിക് എന്ന് വേണമെങ്കിൽ ഇന്ത്യയിലെ വിശേഷിപ്പിക്കാവുന്ന സംവിധാനങ്ങളെ സാഹചര്യങ്ങളെ വിമർശപരമായിട്ട് നോക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും തുർക്കിയിലെ ഇപ്പോഴത്തെ കാര്യം. നമുക്ക് ഒരു 28 വർഷം പിന്നോട്ട് പോകാം. 1997 അന്ന് ഇസ്താംബുൾ മേയറായിരുന്നത് ഇന്നത്തെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ ആയിരുന്നു. വെൽഫെയർ പാർട്ടി നേതാവായിരുന്ന എർദോഗൻ അന്ന് സീർത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. തുർക്കിഷ് കവി ഗോക്കൽപ്പിന്റെ സൈനികന്റെ പ്രാർത്ഥന എന്ന കവിതയിലെ വരികൾ എർദോഗൻ ചൊല്ലി. പള്ളികൾ നമ്മുടെ ബാരക്കുകൾ, താഴികക്കുടങ്ങൾ ഹെൽമറ്റുകൾ, മിനാരങ്ങൾ നമ്മുടെ ബാനറ്റുകൾ. അന്നത്തെ മദർലാൻഡ് പാർട്ടി സർക്കാരിന്റെ കവിത പിടിച്ചില്ല. ആക്രമണ ആഹ്വാനം ചൂണ്ടിക്കാട്ടി കേസെടുത്തു. 99 4 മാസം എർദോഗൻ തടവിലായി. പക്ഷേ അതോടെ എർദോഗാൻ എന്ന നേതാവിന്റെ തലവര മാറി. പിന്നീട് തുർക്കി കണ്ടത് എർദോഗാൻ യുഗമാണ്. അതേ എർദോഗാൻ ഇപ്പോൾ തുർക്കി ഭരിക്കുന്നു. തടവിലാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഇസ്താംബുൾ മേയർ ഇക്രം ഇമാമോലുവിനെ. അദ്ദേഹത്തിനായി തെരുവിലിറങ്ങിയിരിക്കുന്നു ജനം. ഹെഗലിനെ പൂരിപ്പിക്കുന്ന മാർക്സിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: ലോകചരിത്രത്തിൽ വസ്തുതകളും വ്യക്തിത്വങ്ങളും 2 തവണ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് ഹെഗൽ പറയുന്നു. അദ്ദേഹം ഇത് കൂട്ടിച്ചേർക്കാൻ മറന്നു. ചരിത്രം ആവർത്തിക്കുന്നു, ആദ്യം ദുരന്തമായും രണ്ടാമത് പ്രഹസനമായും. ഇമാമോലുവിന്റെ കലാപം ചരിത്രമാകുമോ എന്ന് കാത്തിരുന്നറിയാം. അടുത്ത വിഷയത്തിലേക്ക്.